ഹലോ ഹല്ലേലൂയ. ഈ അടുത്ത ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് ഒരു വ്യക്തി വന്നിട്ട് ഇസ്രായേലിൽ, അതായത് ജെറുസലേമിൽ വന്ന് ഈശോയെക്കുറിച്ച് പറയുകയാണ്. ഈശോയെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ്. അപ്പോൾ ജൂതന്മാർക്ക് ഈശോയെ കേൾക്കാൻ വലിയ താല്പര്യമില്ല. ഈ പ്രഘോഷിക്കുന്ന വ്യക്തിയാകട്ടെ അദ്ദേഹം ഒരു ഇറാൻകാരനാണ്, ഒരു മുസ്ലിമാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ഒരു മുസ്ലിം വന്നിട്ട് ജൂതന്മാരോട് ഈശോയെക്കുറിച്ച് പറയുന്നു. മുസ്ലിംസിനെ സംബന്ധിച്ചാണെങ്കിൽ ഈശോ ഒരു പ്രവാചകൻ മാത്രമാണ്, ദൈവമല്ല. ജൂതന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ഈശോ മിശിയ അല്ല, രക്ഷകനല്ല. രണ്ടു പേർക്കും ഈശോയോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് ഈശോയുടെ സ്നേഹമാണ്. ആ ഈശോയുടെ സ്നേഹത്തിലൂടെ രണ്ട് വിഭാഗങ്ങൾ, ശത്രുതയിലുള്ള മുസ്ലിംസും ജൂതന്മാരും, അവരെ ഒന്നിപ്പിക്കുന്നത് ഈശോയുടെ സ്നേഹമാണ്. ഇത് വലിയ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ ഇറാൻകാരൻ ഇപ്പോൾ ഒരു ക്രൈസ്തവനാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു യഹൂദ സ്ത്രീയെയുമാണ്. നോക്കുക, ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ. ഈ ഒരു വിവാഹം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ലോകം മുഴുവൻ ഇത് സംഭവിക്കാനിരിക്കുന്നു. ഈശോയുടെ സ്നേഹം പ്രഘോഷിക്കപ്പെടുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഒന്നായി ചേരും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ദൈവഹിതമാണ്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാം. ഹലോ ഹല്ലേലൂയ.